ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പഴയ ഹരിതയല്ല ഇപ്പോഴത്തെ ഹരിത എന്നുള്ളത് നീ ഓർക്കണം. അവൾക്കിപ്പോ സ്വന്തമായിട്ടൊരു വീടുണ്ട്. ജീവിക്കാനുള്ള പണം അവളുടെ പേരിൽ കുറിപ്പ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. തോന്നും പോലെ ജീവിക്കാൻ പറ്റിയ സാഹചര്യവും. അപ്പോ നിന്നേക്കാൾ കേമനായ ഒരു ഭർത്താവിനെ കുറിച്ച് അവൾ ചിന്തിക്കാൻ സാധ്യതയില്ലേ? ദേമോള് പുറട്ടേ മതി. നിന്നോട് മരുന്ന് പുരട്ടെന്നെ പറഞ്ഞോളൂ, ചിരിക്കാൻ പറഞ്ഞില്ല. മോളെ, അമ്മയെ വേദനിപ്പിക്കാതെ മരുന്ന് പരട്ടിക്കൂട്. അങ്കിളിന് കൈപ്പുണ്യമില്ലാത്തതുകൊണ്ടാ ദൈവമോളെ കൊണ്ട് പരട്ടിക്കുന്നത്. കൈപ്പുണ്യമുള്ളവർ തൊട്ടാ മതി, ഏത് മുറിവും പെട്ടെന്ന് കരിഞ്ഞോളും. അപ്പച്ചി, ജഗന്റെ കോമഡി കേട്ട് വന്ദനയും ചിരിക്കുന്നുണ്ട്. അവരങ്ങ് ധാരണയെ ഒരുമിക്കോ? അങ്ങനെ വന്നാ നമ്മുടെ പദ്ധതിയൊക്കെ പാളിയത് തന്നെ. ജഗനും വന്ദനയും തമ്മിൽ അടുക്കാനുള്ള സാധ്യതയൊക്കെ ഞാനും കാണുന്നുണ്ട്. അപ്പച്ചി, എന്ത് കാഴ്ച കാണാനാ നോക്കി നിൽക്കുന്നത്? ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിച്ചൂടെ? പെണ്ണുങ്ങളുടെ കാലിൽ മരുന്ന് പുരട്ടുന്നത് നോക്കി വായും പുളർന്നങ്ങ് നിൽക്കുന്നു. ഇല്ല അപ്പച്ചി, അല്ലടി തന്നെ. നാണോ മാനം ഇല്ലാത്ത ഒരുത്തൻ പൊക്കോണം എന്റെ മുന്നിന്ന്. പാവം ജഗനങ്കിൾ. നീ മരുന്ന് പുരട്ടുന്നുണ്ടോ ഇല്ലയോ? അതെ, നമ്മൾ പേടിക്കുന്ന പോലൊന്നും അല്ലടി കാര്യങ്ങള്. ജഗന് മരണം സംഭവിക്കുമെന്ന് ഭയന്ന് വന്ദന ഇപ്പോഴും ജഗനുമായിട്ട് അകൽച്ചയില. ഈ അടുത്ത കാലത്തൊന്നും അടുക്കുന്ന ലക്ഷണേ ഇല്ല. നീ വാ, പോ. പ്രകാശേട്ടനാണല്ലോ. ഇതെന്താ പതിവില്ലാത്തൊരു വിളി? ഹലോ പ്രകാശേട്ടാ. നീ എവിടെയാ? ഞാൻ വീട്ടിലാ. എന്തു പറ്റി? ഹരിത അടുത്തുണ്ടോ? ഇല്ല. എടാ, എന്തൊക്കെയാടാ നീ കാട്ടിക്കൂട്ടിയത്? എന്ത് കാട്ടിക്കൂട്ടിന്ന്? നീയും നിന്റെ അച്ഛയും കൂടി വിനുവിനെ വീട്ടിൽ നിന്ന് ഉപദ്രവിച്ച് ഇറക്കിയില്ലേ? അത് പ്രകാശേട്ടാ. എടാ, ഞാൻ അച്ഛൻ അറിയാതെയാണ് വിനുവിനെ നിന്റെ വീട്ടിലേക്ക് അയച്ചത്. അപ്പൊ നീയും ഹരിതയും കൂടി ഒരു കാരണവുമില്ലാതെ അവനെ ആട്ടി ഇറക്കിയില്ലേ? ഹേ, വളരെ ബുദ്ധിമോശമായി പോയി. എന്ത് ബുദ്ധിമോശം? അയാൾ എന്റെ കർണ അടിച്ചു പൊടിച്ചപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. എടാ മനോജേ. ഏട്ടാ, എന്നെ വിനു അടിച്ചെന്നറിഞ്ഞപ്പോ ഹരിതയ്ക്ക് സഹിച്ചില്ല. എന്റെ ഭർത്താവിനെ അടിച്ചോന്ന് ചോദിച്ച് അവൾ അങ്ങ് കൊടുത്തു. അയക്കേ അത് ആവശ്യമായിരുന്നു. എന്റെ ദേഹത്ത് കൈവച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് സദ്യ ഉണ്ണുന്നു. അയാളെ അടിച്ചതിലും ആക്ഷേപിച്ചതിലും ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. വെറുതെ വിവരക്കേട് പറയാതടാ. അച്ഛന് സ്വന്തം ആൺമക്കളെക്കാൾ ഇഷ്ടവും കൂറും വിനുവിനോടാ.
ആ വിനുവിനെ ഹരിത തല്ലി എന്നറിഞ്ഞാൽ അച്ഛന് സഹിക്കോ? അച്ഛൻ അങ്ങോട്ട് വന്ന് ഹരിതയുടെ മോന്തക്കിട്ട് രണ്ട് പൊട്ടിച്ചാലോ? ആ വൈരാഗ്യം ഹരിത തീർക്കുന്നത് നിന്റെ അടുത്തായിരിക്കും. നിന്നെ ഉപേക്ഷിച്ച് അവള് വേറെ ആമ്പിള്ളേരെ വിവാഹം കഴിക്കും. അല്ലെങ്കിലേ അവളുടെ മുന്നിൽ വെച്ച് നീ അച്ഛനെ തിരിച്ചടിക്കണം. അത് നമുക്ക് പറ്റില്ലല്ലോ. അതാ പറഞ്ഞത് അവള് പിണങ്ങിപ്പോയി വേറെ കല്യാണം കഴിക്കുമെന്ന്. കൊള്ളാം, ഏട്ടന്റെ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹരിതയെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാൻ അവളുടെ അപ്പച്ചി പഠിച്ച പണി 18 നോക്കിയല്ലോ. പക്ഷേ മനോജ് അല്ലാതെ വേറൊരു ഭർത്താവ് വേണ്ടാന്ന് ഉറച്ച തീരുമാനത്തില ഹരിത. ഇപ്പോഴും ഹരിത ആ സ്റ്റാൻഡിൽ തന്നെയാ. ആയിരിക്കാം, പക്ഷേ പഴയ ഹരിതയല്ല ഇപ്പോഴത്തെ ഹരിത എന്നുള്ളത് നീ ഓർക്കണം. അവൾക്കിപ്പോ സ്വന്തമായിട്ടൊരു വീടുണ്ട്. ജീവിക്കാനുള്ള പണം അവളുടെ പേരിൽ കുറിപ്പ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. തോന്നും പോലെ ജീവിക്കാൻ പറ്റിയ സാഹചര്യവും. അപ്പോ നിന്നേക്കാൾ കേമനായ ഒരു ഭർത്താവിനെ കുറിച്ച് അവൾ ചിന്തിക്കാൻ സാധ്യതയില്ലേ? ദാ, സ്ത്രീകളുടെ മനസ്സും പുരുഷന്റെ ഭാഗ്യവും ആർക്കും പ്രവചിക്കാനാവില്ല. ഹരിത നിന്നെ വിട്ട് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അതിന് ഞാൻ എന്ത് വേണമെന്ന് ഏട്ടൻ പറഞ്ഞു വരുന്നത്? ഒരു കാരണവശാലും നീ ഹരിതയെ പിണക്കരുത്. പാദം തിരുമാൻ അവൾ ആവശ്യപ്പെട്ട നീ തിരുമ്മി കൊടുക്കണം. അതുപോലെ ഹരിത അമ്മയെ പീഡിപ്പിക്കുന്നു എന്നുള്ള കാര്യം അച്ഛന്റെ ചെവിയിലും എത്തരുത്. ഈ 2 കാര്യങ്ങളും നീ ശ്രദ്ധിച്ചാലേ നിന്റെ ഭാവി സുരക്ഷിതമാവൂ. അമ്മ അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് അച്ഛൻ ഉറപ്പായില്ലെങ്കിൽ അച്ഛൻ അങ്ങോട്ട് കയറി വരും. അവിടെ തുടങ്ങും നിന്റെ വീട്ടിലും പ്രശ്നം. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. ഈ 2 കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചോളാം. മതി, അത് മതി. അഥവാ ഇടയ്ക്ക് എന്തെങ്കിലും നിനക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വിദഗ്ധമായ ഉപദേശങ്ങള് ഞാൻ തന്നോളാം. എന്താ? അങ്ങനെ ആവട്ടെ ഏട്ടാ. സംഗതി ഏറ്റു. ഞാൻ ചിന്തിച്ചതുപോലെ ഹരിത ആ മരക്കോന്നിനെ ഉപേക്ഷിച്ചാൽ അവനും അമ്മയും പുറത്ത്. 2 എണ്ണവും നേരെ കെട്ടിയെടുക്കുന്നത് ഇങ്ങോട്ടായിരിക്കും. സാമ്പത്തിക ഭാരം കൊണ്ട് എന്റെ നട്ടല് പൊട്ടും. അത് വേണ്ട. അനുജന്റെ നല്ല ഭാവിയാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നെന്ന് ആ കഴുതയ്ക്ക് തോന്നട്ടെ. എന്റെ ഭാവി ജീവിതവും ഭദ്രമാവും. ഹരിത വിനുവിനെ തല്ലി പുറത്താക്കിയ കാര്യം മാധവേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവോ? അതോർത്ത് സങ്കടപ്പെടുമായിരിക്കും മാധവേട്ടൻ. എന്നെ ഇവിടെ ജോലി ചെയ്യിച്ച് കഷ്ടപ്പെടുത്തുന്ന എങ്ങാനും മാധവേട്ടൻ അറിഞ്ഞ വേണ്ട, ഒന്നും അറിയിക്കണ്ട. അതിന്റെ നീറ്റിലും വേദനയൊന്നും മാധവേട്ടനും മനസ്സിനും ബാധിക്കാൻ പാടില്ല. മാനത്തെ കൊട്ടാരം